CPM നിയന്ത്രണത്തിലുള്ള ടൂറിസം സഹകരണ സംഘത്തിന് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇളവ് നൽകിയത് 1.25 കോടി രൂപ. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം UDF ഭരണസമിതി CPM നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് ടൂറിസം പ്രൊമോഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഇത്രയും തുക ഇളവ് നൽകിയത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇപ്പോൾ RMB നേതാവ് വേണു മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഹലോ 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 സജീവമായി ഇടപെടാൻ RMB തീരുമാനിച്ചു. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ RMBIയുടെ നേതൃത്വത്തിലെ മുന്നണി 13 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ അത്രയും മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ആലോചിച്ച 4 മണ്ഡലങ്ങളിൽ മത്സരിക്കണം എന്നിപ്പോൾ തീരുമാനിക്കുകയും മത്സരിക്കേണ്ടുന്ന നേതാക്കന്മാരെ സംബന്ധിച്ചും ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ കൂടി അംഗീകാരത്തോടുകൂടി ആ കാര്യം പിന്നീട് പ്രഖ്യാപിക്കും. കേന്ദ്രത്തിൽ BJPക്കെതിരെയുള്ള BJP മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള സജീവമായ ക്യാമ്പയിൻ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തണമെന്ന് RMBയുടെ കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ CPIMന്റെ അക്രമത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരായുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് RMB ഉപയോഗപ്പെടുത്തണം എന്നും ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ്? വടകരയും കോഴിക്കോട്ടും ആലത്തൂരും തൃശ്ശൂരിലും മത്സരിക്കണമെന്നാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി ഒരു ധാരണയിലെത്തിയിട്ടുള്ളത്. വടകരയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കിന് സാധ്യതയുണ്ടോ എന്ന് കോൺഗ്രസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണോ? വടകരയിൽ ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ഞങ്ങൾ വടകരയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണയോ മറ്റെന്തെങ്കിലും വരികയാണെങ്കിൽ അത് സംബന്ധമായി ആ അവസരത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കും. ഇപ്പോൾ അത് സംബന്ധമായിട്ട് മറ്റു കാര്യങ്ങളൊന്നും പിന്തുണയുടെ കാര്യം ആലോചിച്ചിട്ടില്ല. ഈ KK രമേശ് സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ പിന്തുണയ്ക്കാമെന്ന അഭിപ്രായം പല ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു സാധ്യത നമ്മൾ പരിശോധിക്കും. അല്ല, സാധ്യതകൾ എല്ലാ സാധ്യതകളും പരിശോധിക്കും. ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ 4 മണ്ഡലങ്ങളിൽ മത്സരിക്കും. അത് സംബന്ധമായി CC തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. പേര് ഞങ്ങൾ ഇന്ന് ആലോചിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനത്തിനുമായിട്ട് പ്രസിദ്ധീകരിക്കുന്നു. വടകരയിലും പ്രധാനപ്പെട്ട നേതാവ് തന്നെ മത്സരിക്കും. അങ്ങനെ മത്സരിക്കുമ്പോൾ ഏത് ഭാഗത്തു നിന്നാണോ പിന്തുണ, ആ പിന്തുണ നൽകുന്ന പാർട്ടികളുടെ രാഷ്ട്രീയം അവരുടെ നിലപാടുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് പിന്തുണ ആവശ്യമാണോ എന്ന് ഞങ്ങൾ ആ അവസരത്തിൽ തീരുമാനമെടുക്കും. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച വടകരയുടെ കാര്യത്തിൽ കോൺഗ്രസുമായി ഒരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ വരുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും വരുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനമായി ഞങ്ങൾ ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കോൺഗ്രസ് സഹകരിക്കാവുന്ന പാർട്ടി തന്നെയല്ലേ RMB? അല്ല, കോൺഗ്രസ് ഞങ്ങളുടെ ദേശീയ അടിസ്ഥാനത്തിൽ BJP ഇറക്കാൻ ഇന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തിലെ കഴിയുള്ളൂ. കേരളത്തിൽ CPIM ആണ് മുഖ്യ ശത്രു. ഇപ്പോൾ ഉദാഹരണത്തിന് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെയും BJP എതിർക്കാൻ വേണ്ടി കോൺഗ്രസുമായി CPM സഖ്യം ചേരുകയാണ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPIM ആണ് മുഖ്യ ശത്രു. അപ്പോൾ മുഖ്യശത്രുവിനെതിരായുള്ള പോരാട്ടം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ഈ അക്രമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വടകരയിൽ KK രമയുടെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയേണ്ടതില്ല. ഒരു സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയേണ്ട കാര്യമില്ല. കാരണം പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കും. അവിടെ പിന്നീട് വരുന്ന പിന്തുണയെ സംബന്ധിച്ച് ആലോചിച്ച് ആവശ്യമാണെങ്കിൽ ആ പിന്തുണ അംഗീകരിക്കും, ഇല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തുന്നതാണ് കോൺഗ്രസ് ഏകദേശം ഒരു ധാരണയായിരിക്കുന്നത്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ P ജയരാജന് എതിരെയുള്ള വോട്ടുകൾ ഭിന്നിക്കാനിടവരില്ലേ നിങ്ങൾ കൂടി സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ? അല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് നോക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പക്ഷെ ഒരു കാര്യം, വടകര മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തിദുർഗമായിരുന്നു. ആ മണ്ഡലം ഇടതുപക്ഷം തോൽക്കാനിടയായ സാഹചര്യം RMBയുടെ കൂടി ഇടപെടലാണ്. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ കോൺഗ്രസ് മത്സരിക്കും. കോൺഗ്രസ് ആലോചിക്കുന്നത് വടകര മണ്ഡലം നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴിയുടെ ഉത്തരവാദിത്വവും കോൺഗ്രസിനുണ്ട്. അവർ ആര് സ്ഥാനാർത്ഥിയാക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംബന്ധിച്ച വിഷയമല്ല. ഒരു RMB സ്ഥാനാർത്ഥി എന്നതിന് പകരം സ്വതന്ത്രയായ ഒരു സ്ഥാനാർത്ഥി നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി അംഗമായ ഒരാൾ വരികയാണെങ്കിൽ കോൺഗ്രസ് ഒരുപക്ഷെ പിന്തുണച്ചേക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതോ ഞങ്ങൾ RMB സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ എന്നൊരു ശാഠ്യമുണ്ടോ? അല്ല, ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ RMBയുടെ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണല്ലോ തീരുമാനിക്കാൻ പറ്റും. പൊതുസ്വതന്ത്ര ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ. ഞങ്ങൾക്ക് പിന്തുണക്കാൻ പറ്റുന്ന ആളുകളാണ് ഞങ്ങൾ പിന്തുണക്കും. അതിൽ വേറെ ആരും പിന്തുണക്കുമെന്ന് ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. തീർച്ചയായും ഒരു അത്തരത്തിലുള്ള ഒരു പ്രത്യേകിച്ച് ജയരാജനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി ഈ വടകരയിൽ ജയിച്ചു പോകുന്നതിനെതിരെ
അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി രൂപപ്പെടുകയാണെങ്കിൽ അത് സംബന്ധിച്ച് ആലോചിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കും. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് എന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി പിൻവലിക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറാണ്. അല്ല, ഇവിടെ അതിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പൊ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ വടകര ഉൾപ്പെടെ മത്സരരംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് മാറി വരുന്ന രാഷ്ട്രീയ ചർച്ചകൾക്കനുസരിച്ച് അന്നേരം നിലപാടെടുക്കാനേ പറ്റും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പൊതുസ്വതന്ത്രരാക്കാൻ അവർ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വില്ലിങ് ആവും? അല്ല, അങ്ങനെ ഞങ്ങൾ ഒരാളെ സ്വതന്ത്രമാക്കുക മറ്റേ വേറെ പാർട്ടിക്ക് ഞങ്ങളെ ഒന്നും എഴുതി കൊടുത്തില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി ലീഡർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി ലീഡറാണ്. പൊതുസ്വതന്ത്രം എന്ന് പറയുമ്പോൾ പൊതുസ്വതന്ത്രം തന്നെയാണ്. അപ്പൊ അത് ഏത് വരട്ടെ, ആളെ പേര് പറയട്ടെ, അപ്പോൾ ആലോചിക്കാം. ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ച UDF ആയിട്ട് ഏതെങ്കിലും ഇന്റേണൽ ഡിസ്കഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDF-മായി നേരത്തെ ഇപ്പോൾ അക്രമരാഷ്ട്രീയ TP ചന്ദ്രശേഖരൻ കൊലപാതകം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ പല ചർച്ചകൾ നടന്നിട്ടുണ്ട്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF നേതൃത്വമായി RMPയും ചർച്ച നടന്നിട്ടില്ല. RMPയിൽ ഇതിനെ ചൊല്ലി ഭിന്നത ഉണ്ടെന്ന് പറയുന്നു. UDF ആയിട്ടൊരു ബാന്ധവം വേണ്ട, അല്ലെങ്കിൽ TPയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തുകളി, കോൺഗ്രസ് CPM ഒത്തുകളി നടന്നുകൊണ്ട് കോൺഗ്രസുമായിട്ട് ഒരു ഒത്തുതീർപ്പ് വേണ്ട എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അല്ല, ഇവിടെ ഇപ്പോൾ പ്രശ്നം TP ചന്ദ്രശേഖരന്റെ കൊലപാതകം, കണ്ണൂരിലെ മറ്റു രാഷ്ട്രീയ കൊലപാതകം, ഈ കൊലപാതക രാഷ്ട്രീയം വടകര ഉൾപ്പെടെ കേരള മണ്ഡലം ചർച്ച ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ ആരും ഒത്തുതീർപ്പുണ്ടാക്കിയ എന്നല്ല പ്രശ്നം. ഒരു മനുഷ്യ ജീവൻ എടുക്കുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പൊതു ഐക്യനിര ഉയർന്നു വരണം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, തീർപ്പുണ്ടായോ അല്ലെങ്കിൽ അതൊക്കെ അതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ തന്നെ ഇനിയും കൂടുതൽ ആളുകൾ പ്രതിപട്ടികയിൽ വരേണ്ടതുണ്ട്. പ്രമുഖന്മാർ, CPIM-ന്റെ പ്രമുഖരായ ആളുകൾ ഇനിയും പ്രതിപട്ടികയിൽ വരേണ്ടതുണ്ട് എന്ന ധാരണയാണ് ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അപ്പീൽ നിലനിൽക്കുന്നുണ്ട്. ഇവർ മാത്രമല്ല പ്രതികൾ. CBI അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ ഹൈക്കോടതിയിൽ ഹർജിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെ വിളിച്ചെത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഈ അക്രമകാരികളും അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം വഹിക്കുന്ന ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിനോട് ഞങ്ങളുടെ പ്രതികരണവും അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതകത്തിനും പ്രതികരണം തന്നെയാണ്. അങ്ങനെ ഒരു P. ജയരാജൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രം തന്നെയായിരിക്കും പ്രധാനമായും RMP. ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. കാരണം വടകര പോലുള്ള ഒരു മണ്ഡലത്തിൽ ഒരു വെല്ലുവിളിയായി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള ചിന്ത സ്വാഭാവികമായിട്ടും വരുന്ന വരുമല്ലോ ആളുകൾ. ഇതിലെ ഈ ജയരാജനെതിരെ ഒറ്റയ്ക്ക് RMP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നൊരു ആവശ്യം പൊതുകാരായിട്ട് ഉയർന്നു വരുന്നുണ്ടോ പാർട്ടിക്കകത്ത്? അല്ല, പാർട്ടികൾ പൊതുവിൽ പല ചർച്ചകൾ നടക്കുന്നത് അത് നിങ്ങൾക്കറിയാലോ. RMP മത്സരിക്കണം, പൊതു ആളുകളുടെ പിന്തുണ നൽകണം, ഇതൊക്കെ ഉണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. ആ നിലപാട് ഏതെങ്കിലും കോൺഗ്രസ് അല്ലെങ്കിൽ UDF-ഓ LDF-ലോ പോയി പാർലമെന്റ് നിയമസഭാ സീറ്റുകൾ വാങ്ങിയെടുക്കുക എന്നതല്ല. പക്ഷെ ഇവിടെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ വരുമ്പോൾ അതിനൊത്ത് നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അതൊരു മുന്നണിയുടെ ഭാഗമോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതോടൊപ്പം തന്നെ UDF ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണോ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയത്? കാരണം LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അവർ പ്രചാരണം തുടങ്ങുന്നു, ഇപ്പോഴും UDF-നൊരു ആളായിട്ടില്ല. അപ്പൊ ഈ അവരൊരു ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നില്ല എന്നുള്ളത് ആരംഭിക്കൊരു കണക്കത്തിന് കാരണമാണ്. അയ്യോ, അങ്ങനെ ഒരു കണക്കുമില്ല. അവരെന്തിനാ ഞങ്ങളുടെ ചർച്ചയ്ക്ക് വരുന്നത്? ഞങ്ങളവരുടെ മുന്നണിയുടെ ഭാഗമല്ല. അവർ ചർച്ചയ്ക്ക് വന്നാൽ നിങ്ങൾ വില്ലിങ് ആവും? വന്നാലൊക്കെ ആലോചിക്കണ്ടുള്ളൂ. അത്രയേ ഉള്ളൂ. 2 ദിവസമുണ്ടാവും. RMP സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം N. വേണു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോഴിക്കോട് 4 മണ്ഡലങ്ങളിൽ RMP മത്സരിക്കും എന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്.